Hi friends, Assalamu alaikum. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരു DIY വീഡിയോ ആയിട്ടാണ്. ഒരു ഹോം ഡെക്കോർ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടൺ റോസസ് ആണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പേപ്പർ വാങ്ങിച്ചതാണിത്, ഈ കളേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ പേപ്പർ എടുത്തിട്ട് രണ്ട് ഭാഗമാക്കി മടക്കിയെടുക്കുക. അതിനുശേഷം അത് കൈകൊണ്ട് ചുരുട്ടിയെടുക്കണം. അതിനുശേഷം ഒരു ഭാഗം നമ്മൾ ക്രോസ് ആക്കി മടക്കി വെക്കുക. എന്നിട്ട് ചെറുതായി അറ്റത്തുനിന്ന് ചുരുട്ടി കൊണ്ടുവരാം. ഒരു 2-3 റൗണ്ട് ചുരുട്ടിയതിന് ശേഷം നമ്മളിങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കണം പേപ്പർ. അപ്പോഴുള്ള ആ ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് വരുള്ളൂ. ആ പേപ്പർ തീരുന്ന വരെ നമ്മൾ മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ഫ്ലവർ ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി അതിൽ ഗമ്മാക്കി കൊടുക്കണം. അതിൻ്റെ അറ്റത്ത് രണ്ട് ഭാഗത്തായി ഗമ്മ് തേച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഈ സെയിം മെത്തേഡ് തന്നെ ബാക്കി ഫ്ലവേഴ്സും കൂടി നമുക്ക് ഉണ്ടാക്കാം. ഇനി ഞാൻ എടുക്കുന്നത് യെല്ലോ കളർ പേപ്പറാണ്. അത് ഇതേപോലെ തന്നെ ചെയ്യാം. അറ്റത്ത് ക്രോസ് ആക്കി പിടിച്ചിട്ട് 2-3 റൗണ്ട് ചുരുട്ടിയെടുത്തതിന് ശേഷം മടക്കി എടുക്കുക. ഞാനിവിടെ 3 കളർ ബട്ടൺ റോസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട്
അത് ഈ റോസിൻ്റെ അടിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. എല്ലാ റോസിനും ഞാൻ അടിയിൽ ഈ ടൂത്ത് പിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഞാൻ ഈ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഒരു വുഡൻ ട്രേ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇനി കുറച്ച് തെർമോക്കോൾ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യാൻ പോണത്. ഇനി നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ ഫ്ലവറും നമുക്കിതിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഫില്ലാക്കാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റായി വെച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഇടയിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം, ലീവ്സ് പോലെ. ഇനി ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇതുപോലെ തന്നെ വാങ്ങിച്ചതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് വീട്ടിൽ ടേബിളിൽ വെക്കാനോ അല്ലെങ്കിൽ ഇനി നമുക്ക് ഫ്രണ്ട്സിനെല്ലാം ഗിഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.